സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഹൃദയം എന്ന ടോപ്പിക്കിൽ നിന്നും പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇത് ലേറ്റസ്റ്റ് PSC ബുള്ളറ്റിനിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സാധാരണ അളവിൽ നിന്നും രക്തസമ്മർദ്ദം ഉയരുന്ന അവസ്ഥ. സാധാരണ അളവിൽ നിന്നും രക്തസമ്മർദ്ദം ഉയരുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഹൈപ്പർ ടെൻഷൻ. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നത് ഹൈപ്പർ ടെൻഷൻ ആണ്. അപ്പൊ സാധാരണ അളവിൽ നിന്നും രക്തസമ്മർദ്ദം ഉയരുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷനെയാണ് നിശബ്ദ കൊലയാളി എന്ന് അറിയപ്പെടുന്നത്. സാധാരണ അളവിൽ നിന്നും രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ ടെൻഷൻ. രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ ടെൻഷൻ. സെന്റ് ചികിത്സ ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയം. ചികിത്സ സ്റ്റെന്റ് ചികിത്സ. സ്റ്റെന്റ് ചികിത്സ ഏത് അവയവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹൃദയം. ഹൃദയ ധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ. ഹൃദയ ധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് ശസ്ത്രക്രിയ. ബൈപ്പാസ് ശസ്ത്രക്രിയ. ക്യാൻസർ ബാധിക്കാത്ത ശരീരാവയവം ഹൃദയമാണ്. അപ്പൊ ക്യാൻസർ ബാധിക്കാത്ത ശരീരാവയവം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൃദയം. അമിത കൊളസ്ട്രോൾ ഏത് അവയവത്തിന്റെ പ്രവർത്തനത്തെയാണ് ബാധിക്കുന്നത്? അമിത കൊളസ്ട്രോൾ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെയാണ് ബാധിക്കുന്നത്. അമിത കൊളസ്ട്രോൾ ഏത് അവയവത്തിന്റെ പ്രവർത്തനത്തെയാണ് ബാധിക്കുന്നത്? ഹൃദയം. ഹൃദയ വാൽവുകൾക്ക് തകരാർ ഉണ്ടാകുന്ന അവസ്ഥയാണ് വാതപ്പനി അഥവാ റൂമാറ്റിക് ഫീവർ. വാതപ്പനി അഥവാ റൂമാറ്റിക് ഫീവർ. ഹൃദയ വാൽവുകൾക്ക് തകരാർ ഉണ്ടാകുന്ന രോഗം. ഹൃദയസ്പന്ദന നിരക്ക് ഒരു മിനിറ്റിൽ 100-ൽ കൂടുതലാകുന്ന അവസ്ഥയാണ് ടാക്കികാർഡിയ. ടാക്കികാർഡിയ എന്താണ്? ഹൃദയസ്പന്ദന നിരക്ക് ഒരു മിനിറ്റിൽ 100-ൽ കൂടുതലാകുന്ന അവസ്ഥയാണ് ടാക്കികാർഡിയ. ഹൃദയസ്പന്ദന നിരക്ക് ഒരു മിനിറ്റിൽ 60-ൽ താഴെയാകുന്ന അവസ്ഥയാണ് ബ്രാഡികാർഡിയ. ബ്രാഡികാർഡിയ. അപ്പൊ ടാക്കികാർഡിയ, ബ്രാഡികാർഡിയ. ടാക്കികാർഡിയ എന്താണ്? ഹൃദയസ്പന്ദന നിരക്ക് ഒരു മിനിറ്റിൽ 100-ൽ കൂടുതലാകുന്ന അവസ്ഥ. ബ്രാഡികാർഡിയ എന്നത് ഹൃദയസ്പന്ദന നിരക്ക് ഒരു മിനിറ്റിൽ 60-ൽ താഴെയാകുന്ന അവസ്ഥ. അടുത്ത ചോദ്യം, ഹൃദയത്തിന്റെ വൈദ്യുത സംവിധാനത്തിൽ തകരാറുകൾ സംഭവിക്കുന്നത് മൂലമുണ്ടാകുന്ന അസാധാരണമായ ഹൃദയതാളമാണ് അരീത്മിയ. എന്താണ്? ഹൃദയത്തിന്റെ വൈദ്യുത സംവിധാനത്തിൽ തകരാറുകൾ സംഭവിക്കുന്നത് മൂലമുണ്ടാകുന്ന അസാധാരണമായ ഹൃദയതാളമാണ് അരീത്മിയ. രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ്. ത്രോംബോസിസ് എന്താണ്? രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ്. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളിൽ രക്തക്കട്ടകളുടെ സാന്നിധ്യം കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗമാണ് ആൻജിയോഗ്രാഫി. ആൻജിയോഗ്രാഫി എന്താണ്? ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളിൽ രക്തക്കട്ടകളുടെ സാന്നിധ്യം കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗമാണ് ആൻജിയോഗ്രാഫി. ആൻജിയോഗ്രാഫി ഉപയോഗിച്ച് രൂപപ്പെടുന്ന ദൃശ്യചിത്രം അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഇമേജ് ആണ് ആൻജിയോഗ്രാം. രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന രക്തക്കട്ടകളെ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയാണ് ആൻജിയോപ്ലാസ്റ്റി എന്നത്. ആൻജിയോപ്ലാസ്റ്റി എന്താണ്? രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന രക്തക്കട്ടകളെ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയാണ് ആൻജിയോപ്ലാസ്റ്റി. രക്തധമനികൾ ദൃഢീകരിക്കുകയും കൊഴുപ്പടിഞ്ഞ് ചുരുങ്ങുകയും ചെയ്യുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലിറോസിസ്. അതിറോസ്ക്ലിറോസിസ് എന്താണ്? രക്തധമനികൾ ദൃഢീകരിക്കുകയും കൊഴുപ്പടിഞ്ഞ് ചുരുങ്ങുകയും ചെയ്യുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലിറോസിസ് എന്നത്. അടുത്ത ചോദ്യം, ഹൃദയപേശികൾക്ക് രക്തം നൽകുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗം കൊറോണറി ഹൃദ്രോഗം. കൊറോണറി ഹൃദ്രോഗം എന്താണ്? ഹൃദയപേശികൾക്ക് രക്തം നൽകുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗമാണ്
കൊറോണറി ഹൃദ്രോഗം എന്ന് അറിയപ്പെടുന്നത്. തലച്ചോറിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗമാണ് സെറിബ്രോ വാസ്കുലാർ രോഗം. തലച്ചോറിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗമാണ് സെറിബ്രോ വാസ്കുലാർ രോഗം. കൈകാലുകൾക്ക് രക്തം വിതരണം ചെയ്യുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗമാണ് പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് എന്നത്. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ഹൃദയ പേശികൾക്ക് രക്തം നൽകുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗമാണ് കൊറോണറി ഹൃദ്രോഗം എന്നത്. തലച്ചോറിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്നതാണ് സെറിബ്രോ വാസ്കുലാർ രോഗം. കൈകാലുകൾക്ക് രക്തം വിതരണം ചെയ്യുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗമാണ് പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ്. അടുത്ത ചോദ്യം, ബാക്ടീരിയ മൂലമുണ്ടാകുന്ന റൂമാറ്റിക് പനി അഥവാ വാതപ്പനി മൂലം ഹൃദയപേശികൾക്കും ഹൃദയ വാൽവുകൾക്കും ഉണ്ടാകുന്ന കേടുപാടുകളാണ് റൂമാറ്റിക് ഹൃദ്രോഗം എന്നത്. വാതപ്പനി മൂലം ഹൃദയപേശികൾക്കും ഹൃദയവാൽവുകൾക്കും ഉണ്ടാകുന്ന കേടുപാടുകൾ റൂമാറ്റിക് ഹൃദ്രോഗം. ഹൃദയത്തിൻ്റെ പുറം പാളിയിലും ഹൃദയപേശികൾക്കും ഉണ്ടാകുന്ന വീക്കമാണ് പെരികാർഡിറ്റിസ് എന്നത്. പെരികാർഡിറ്റിസ് ഹൃദയവീക്കം. ഹൃദയത്തിൻ്റെ പുറം പാളിയിലും ഹൃദയപേശികൾക്കും ഉണ്ടാകുന്ന വീക്കമാണ് പെരികാർഡിറ്റിസ്. കൊറോണറി ധമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നത് മൂലം ഹൃദയപേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാത്തത് മൂലമുണ്ടാകുന്ന നെഞ്ചുവേദനയാണ് ആൻജീന എന്നത്. കൊറോണറി ധമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നത് മൂലം ഹൃദയപേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാത്തത് മൂലമുണ്ടാകുന്ന നെഞ്ചുവേദനയാണ് ആൻജീന എന്നത്. ആൻജീന. രക്തം കട്ട പിടിക്കുന്നത് മൂലം ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം. രക്തം കട്ട പിടിക്കുന്നത് മൂലം ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഹൃദയാഘാതം. ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ വിലയിരുത്താൻ സഹായിക്കുന്ന പഠനശാഖയാണ് ഇലക്ട്രോഫിസിയോളജി എന്നത്. ഇലക്ട്രോഫിസിയോളജി ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ വിലയിരുത്തുവാൻ സഹായിക്കുന്ന പഠനശാഖയാണ് ഇലക്ട്രോഫിസിയോളജി. ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനം വിലയിരുത്തുന്നതിനുള്ള മാർഗം ഇലക്ട്രോകാർഡിയോഗ്രാം ECG. ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനം വിലയിരുത്തുന്നതിനുള്ള മാർഗമാണ് ഇലക്ട്രോകാർഡിയോഗ്രാം. ജനന സമയത്ത് ഹൃദയത്തിൻ്റെ താഴത്തെ അറകളായ വെൻട്രിക്കുകളെ വേർതിരിക്കുന്ന ഭിത്തിയിൽ ദ്വാരം കാണപ്പെടുന്ന അവസ്ഥയാണ് വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ് VCD. വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ്. ജനന സമയത്ത് ഹൃദയത്തിൻ്റെ താഴത്തെ അറകളായ വെൻട്രിക്കുകളെ വേർതിരിക്കുന്ന ഭിത്തിയിൽ ദ്വാരം കാണപ്പെടുന്ന അവസ്ഥയാണ് വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ്. ജനന സമയത്ത് ഹൃദയത്തിൻ്റെ മുകളിലത്തെ അറകളായ ഏട്രിയങ്ങളെ വേർതിരിക്കുന്ന ഭിത്തിയിൽ ദ്വാരം കാണപ്പെടുന്ന അവസ്ഥയാണ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് ACD എന്നത്. ആദ്യത്തേത് എന്താണ്? താഴത്തെ അറകളായ വെൻട്രിക്കുകളെ വേർതിരിക്കുന്ന ഭിത്തിയിൽ ദ്വാരം കാണുന്നതാണ് VCD അഥവാ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് എന്നത്. അടുത്തത് എന്താണ്? ഹൃദയത്തിൻ്റെ മുകളിലത്തെ അറകളായ ഏട്രിയങ്ങളെ വേർതിരിക്കുന്ന ഭിത്തിയിൽ ദ്വാരം കാണപ്പെടുന്ന അവസ്ഥയാണ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് എന്നത്. ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ അഡ്രിനാലിനാണ്. അഡ്രിനാലിൻ. ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. കൃത്രിമ പേസ് മേക്കറിൻ്റെ പിതാവ് വിൽസൺ ഗ്രേറ്റ് ബാച്ച്. കൃത്രിമ പേസ് മേക്കറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ്. രക്തക്കുഴലുകളുടെ രൂപീകരണം തടയുക എന്ന ലക്ഷ്യത്തോടെ ഹൃദയത്തിലേക്കും ശരീരത്തിലേക്കും രക്തം എത്തിക്കുന്നതിനുള്ള ഒരു ബദൽ പാത സൃഷ്ടിക്കുന്നതിനുള്ള ഒരു സാധാരണ ശസ്ത്രക്രിയയാണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്.
റിവാസ്കുലറൈസേഷൻ എന്നത് എന്താണ്? രക്തക്കുഴലുകളുടെ രൂപീകരണം തടയുക എന്ന ലക്ഷ്യത്തോടെ ഹൃദയത്തിലേക്കും ശരീരത്തിലേക്കും രക്തം എത്തിക്കുന്നതിനുള്ള ഒരു ബദൽ പാത സൃഷ്ടിക്കുന്നതിനുള്ള ഒരു സാധാരണ ശസ്ത്രക്രിയയാണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്, റിവാസ്കുലറൈസേഷൻ എന്നത്. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന പ്രധാന പാതയായ കൊറോണറി ആർട്ടറിയിൽ പ്ലാക്ക് പോലുള്ള ഒരു പദാർത്ഥം രൂപപ്പെടുന്ന അവസ്ഥയാണ് കൊറോണറി ആർട്ടറി ഡിസീസ് എന്നത്, CAD, കൊറോണറി ആർട്ടറി ഡിസീസ്. അടുത്ത ചോദ്യം, അൾട്രാസൗണ്ട് തരംഗങ്ങളെ ഡോപ്ലർ പ്രതിഭാസത്തെ ആസ്പദമാക്കി നടത്തുന്ന ഹൃദയ പരിശോധനാ സംവിധാനമാണ് എക്കോകാർഡിയോഗ്രാഫി. അൾട്രാസൗണ്ട് തരംഗങ്ങളുടെ ഡോപ്ലർ പ്രതിഭാസത്തെ ആസ്പദമാക്കി നടത്തുന്ന ഹൃദയ പരിശോധന സംവിധാനമാണ് എക്കോകാർഡിയോഗ്രാഫി. എക്കോകാർഡിയോഗ്രാഫി ഉപയോഗിച്ച് രൂപപ്പെടുന്ന ദൃശ്യചിത്രമാണ് എക്കോകാർഡിയോഗ്രാം എന്നത്. എക്കോകാർഡിയോഗ്രാഫി ഉപയോഗിച്ച് രൂപപ്പെടുന്ന ദൃശ്യചിത്രമാണ് എക്കോകാർഡിയോഗ്രാം. എക്കോകാർഡിയോഗ്രാഫിയുടെ പിതാവ് ഡോക്ടർ ഇഞ്ച് എട്ലർ ആണ്. സ്വീഡിഷ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഇഞ്ച് എട്ലർ ആണ് എക്കോകാർഡിയോഗ്രാഫിയുടെ പിതാവ്. സ്ട്രക്ചറൽ ഹൃദ്രോഗങ്ങളുടെ കത്തീഡ്രൽ അധിഷ്ഠിത ചികിത്സയുമായി ബന്ധപ്പെട്ട കാർഡിയോളജി ശാഖയാണ് ഇന്റർവെൻഷണൽ കാർഡിയോളജി എന്നത്. ഇന്റർവെൻഷണൽ കാർഡിയോളജി ശിശുക്കളുടെ ഹൃദയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാർഡിയോളജി ശാഖയാണ് പീഡിയാട്രിക് കാർഡിയോളജി. പീഡിയാട്രിക് കാർഡിയോളജി 4 അനുബന്ധ ഹൃദയ വൈകല്യങ്ങളുടെ സംയോജനത്തെ സൂചിപ്പിക്കുന്നത് ടെട്രോളജി ഓഫ് ഫാലോട്ട് എന്നാണ്. ടെട്രോളജി ഓഫ് ഫാലോട്ട് 4 അനുബന്ധ ഹൃദയ വൈകല്യങ്ങളുടെ സംയോജനത്തെ സൂചിപ്പിക്കുന്നതാണ് ടെട്രോളജി ഓഫ് ഫാലോട്ട്. പൾമണറി വാൽവ് സാധാരണഗതിയിൽ വികസിക്കാത്തതോ ജനനത്തിന് ശേഷം അടഞ്ഞു കിടക്കുന്നതോ ആയ ഹൃദയ വൈകല്യമാണ് അട്രേഷ്യ. പൾമണറി വാൽവ് സാധാരണഗതിയിൽ വികസിക്കാത്തതോ ജനനത്തിന് ശേഷം അടഞ്ഞു കിടക്കുന്നതോ ആയ ഹൃദയ വൈകല്യമാണ് അട്രേഷ്യ. ശസ്ത്രക്രിയാ സമയത്ത് ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനം താൽക്കാലികമായി ഏറ്റെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് കാർഡിയോ പൾമണറി ബൈപ്പാസ്. ശസ്ത്രക്രിയാ സമയത്ത് ഹൃദയത്തിൻ്റെയോ ശ്വാസകോശത്തിൻ്റെയോ പ്രവർത്തനം താൽക്കാലികമായി ഏറ്റെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് CPB, കാർഡിയോ പൾമണറി ബൈപ്പാസ്. കാർഡിയോ പൾമണറി ബൈപ്പാസ് ചെയ്യുന്നതിനാവശ്യമായ പമ്പിനെ വിശേഷിപ്പിക്കുന്നത് ഹാർട്ട് ലങ് മെഷീൻ എന്നാണ്. ഹാർട്ട് ലങ് മെഷീൻ. ഹാർട്ട് ലങ് മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന വിദഗ്ധൻ അറിയപ്പെടുന്നത് പെർഫ്യൂഷനിസ്റ്റ് എന്നാണ്. പെർഫ്യൂഷനിസ്റ്റ്. ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് ഹൃദയം തുറന്ന ശസ്ത്രക്രിയ ആദ്യമായിട്ട് നടത്തിയത് ഡോക്ടർ ക്ലാറൻസ് ഡെനീസ് ആണ്. 1951 ഏപ്രിൽ 5 ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് ഹൃദയം തുറന്ന ശസ്ത്രക്രിയ ആദ്യമായിട്ട് നടത്തിയത് ഡോക്ടർ ക്ലാറൻസ് ഡെനീസ്. ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുന്നതിനും രോഗനിർണയം നടത്തുന്നതിനും ചികിത്സിക്കുന്നതിനുള്ള ശാസ്ത്ര പഠനമാണ് കാർഡിയാക് ഇലക്ട്രോഫിസിയോളജി എന്നത്. EP, കാർഡിയാക് ഇലക്ട്രോഫിസിയോളജി. ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുന്നതിനും രോഗനിർണയം നടത്തുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള ശാസ്ത്ര പഠനമാണ് കാർഡിയാക് ഇലക്ട്രോഫിസിയോളജി. പ്രായമായ ആളുകളുടെ ഹൃദയ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് കാർഡിയോജെറിയാട്രിക്സ്, ജെറിയാട്രിക് കാർഡിയോളജി. കാർഡിയോജെറിയാട്രിക്. ഹൃദ്രോഗ സാധ്യതാ ഘടകങ്ങൾ വഷളാകുന്നതിന് മുമ്പ് അവയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കാർഡിയോളജിയുടെ ശാഖയാണ്
പ്രിവെൻറ്റീവ് കാർഡിയോളജി എന്നത്. പ്രിവെൻറ്റീവ് കാർഡിയോളജി. പ്രിവെൻറ്റീവ് കാർഡിയോളജിയും കാർഡിയാക് റീഹാബിലിറ്റേഷനും ഉൾപ്പെടുന്ന കാർഡിയോളജിയുടെ ഉപവിഭാഗമാണ് ക്ലിനിക്കൽ കാർഡിയോളജി. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഉണ്ടാകാൻ സാധ്യത കൂടുതൽ ഉള്ള അല്ലെങ്കിൽ ഹൃദയസ്തംഭനത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന അത്ലറ്റുകൾക്ക് പിന്തുണ നൽകുന്ന പ്രിവെൻറ്റീവ് കാർഡിയോളജിയുടെ ഉപവിഭാഗമാണ് സ്പോർട്സ് കാർഡിയോളജി എന്നത്. ഒന്നും കൂടി, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ള അല്ലെങ്കിൽ ഹൃദയസ്തംഭനത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന അത്ലറ്റുകൾക്ക് പിന്തുണ നൽകുന്ന പ്രിവെൻറ്റീവ് കാർഡിയോളജിയുടെ ഉപവിഭാഗമാണ് സ്പോർട്സ് കാർഡിയോളജി. ഇപ്പോൾ PSC ബുള്ളറ്റിനിൽ തന്നിരിക്കുന്ന ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്